ഇതിൽ മൂന്നിനും ശാശ്വത പരിഹാരം ഉണ്ടാക്കിയെടുക്കണം. നേരത്തെ ജീവകുമാർ സാർ പറഞ്ഞ പോലെ നമുക്കിത് ഒരുമിച്ചിപ്പം എന്തായാലും നായ്ക്കളുടെ എണ്ണം കുറയ്ക്കാൻ പറ്റത്തില്ല. ക്രമേണ ഇതിന് സർക്കാർ മുൻകൈ എടുത്തുകൊണ്ട് ഇവിടെ ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് വന്ധീകരണം നടത്തി ഇതിനെ വാക്സിനേഷൻ നടത്തി തെരുവിൽ വീണ്ടും അതേ റോഡിൽ തന്നെ തെരുവിലേക്ക് തന്നെ വിട്ട് കഴിഞ്ഞാൽ ഇതേ നായി വീണ്ടും ഒരാളിനെ കടിച്ചു കഴിഞ്ഞാൽ അതനുസരിച്ച് ചിലപ്പോൾ അയാൾ ജീവിക്ക് ചിലപ്പോൾ മരിച്ചു പോകും. കാരണം വാക്സിനേഷനെ സംബന്ധിച്ച് നമ്മൾ പല പ്രാവശ്യവും ചർച്ച ചെയ്തതാണ്. വാക്സിനേഷൻ വെച്ചതിൻ്റെ അതിൻ്റെ ഗുണനിലവാരം പ്രശ്നം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. വന്ധീകരണം നടത്തി തെരുവ് നായ്ക്ക് വാക്സിനേഷൻ കൊടുക്കുന്നു, അല്ലെങ്കിൽ അതിന് മറ്റെന്തെങ്കിലും മരുന്ന് കൊടുക്കുന്നു. ഇതൊന്നും ഫലപ്രദമല്ല. ഇതിൽ നമ്മൾ അടിയന്തരമായിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ചെയ്യേണ്ടത് എങ്ങനെ ഈ നായ്ക്കൾ തെരുവിലേക്ക് വരുന്നു, അതിന് നമ്മൾ ഇനി തടയിട്ടേ പറ്റും. അതിന് നേരത്തെ നമ്മളെ ഫ്രാറ്റിൻ്റെ സെക്രട്ടറി പറഞ്ഞതുപോലെ അതിനൊരു അടിയന്തര നടപടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുന്നോട്ട് വന്നുകൊണ്ട് ഇതിന് ലൈസൻസി സമ്പ്രദായം മസ്റ്റാക്കണം. ഇനിയിപ്പം ഈ തെരുവിൽ ഉള്ള വന്നുപോയ നായ്ക്കൾ എന്തായിരുന്നാലും ഇത് കാട്ടിൽ നിന്നൊന്നും വന്നതല്ല, മറ്റ് രാജ്യങ്ങളിൽ നിന്നും വന്നതല്ല. ഇതെങ്ങനെ നമ്മുടെ നാട്ടിലേക്ക് വന്നു കയറി, അത് ഇനിയും നമ്മൾ ശ്രദ്ധിക്കാതിരുന്ന വലിയ പ്രശ്നമാണ്. പിന്നെ ഇതിനകത്ത് മൃഗസ്നേഹികളുടെ കാര്യം, മൃഗം സ്നേഹിക്കുന്നത് നമ്മളെല്ലാവരും മൃഗങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഭരണഘടന പറയുന്നത് എന്താ? നമ്മുടെ മനുഷ്യൻ്റെ ജീവനാണ് ഇവിടെ വലുത്. മനുഷ്യൻ്റെ ജീവന് വിലകൽപ്പിക്കാതെ എന്ത് ഭരണഘടന? അപ്പോൾ അതിനാദ്യം പ്രാധാന്യം കൊടുത്തേ പറ്റുള്ളൂ. മൃഗസ്നേഹികൾക്ക് മൃഗം വേണം. അവന് ഈ തെരുവ് പറയുമ്പോൾ റോഡിലേക്ക് കൊണ്ട് മൃഗസ്നേഹം ഒന്നും പറഞ്ഞുകൊണ്ട് ഉള്ള വേസ്റ്റുകളെ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ ഇതേ വേസ്റ്റ് തിന്നുകൊണ്ടിരിക്കുന്നു. ഒരു സ്കൂൾ വിട്ട് 2 കുട്ടികൾ പോകുന്നു. കുട്ടികൾക്ക് വേറെ വഴിയാണല്ലോ, നടന്നു പോകുമ്പോൾ പട്ടിക്ക് എന്തെങ്കിലും തോന്നും, ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആഹാരത്തിന് എടുക്കാൻ വരുന്നത്, അത് ഓട്ടിച്ചിട്ട് കുട്ടികളെ കടിക്കുകയാണ്. ഇതിന് പേ ഉണ്ടോ പേ ഇല്ല നമുക്ക് അറിയുന്നില്ല. അപ്പം മൃഗസ്നേഹികൾ ഈ റെസിഡൻഷ്യൽ മേഖലയിലും മറ്റ് റോഡുകളിലും ഒക്കെ ആശുപത്രിയുടെ നടയിൽ ഈ നമ്മുടെ നേരത്തെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചർച്ച ചെയ്ത ടൂറിസ്റ്റ് മേഖലയിലൊക്കെ കണ്ടമാനം വേസ്റ്റുകൾ കൊണ്ട് ഈ മൃഗങ്ങൾക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട്. അത് നായ്കൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അതിന് നമ്മുടെ മൃഗസ്നേഹികൾ മുന്നോട്ട് വന്ന് അത് അവസാനിപ്പിച്ചേ പറ്റും. അവരതിന് മുന്നോട്ട് വരരുത്. നമ്മൾ ഒരു കാരണവശാൽ അവർ മുന്നോട്ട് അവരിതിനകത്ത് തദ്ദേശ സ്ഥാപനങ്ങളുമായും റെസിഡൻസ് അസോസിയേഷനുമായും അത് സഹകരിച്ചേ പറ്റൂ. അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാം. കാരണം നമ്മൾ വീട്ടിൽ വളർത്തുന്ന പട്ടിയായിരുന്നാലും ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതിന് അടുത്ത് പോയി എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് കടിക്കും, ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് അടിയന്തരമായി തദ്ദേശ സ്വയംഭരണ വകുപ്പും ആരോഗ്യ വകുപ്പും ഗവൺമെൻറ് ഈ സുപ്രീം കോടതി വിധി ഒരു തെറ്റുമില്ല. സുപ്രീം കോടതി വിധി വളരെ വിശദമായി പഠിച്ചതിന് ശേഷമാണ്, അല്ലാത്ത ഇതിനകത്ത് ആരെയും കേൾക്കാതിരുന്നിട്ടില്ല, എല്ലാം കേട്ടിട്ടുകൊണ്ട് തന്നെയാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. സർക്കാർ ഈ സുപ്രീം കോടതി വിധിയെ മാനിച്ചുകൊണ്ട് അതിന് ഒരു പുതിയ വഴി തുറക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു 60% പരിഹരിക്കാൻ പറ്റും. യാതൊരു സംശയവുമില്ല.